കൊച്ചി മണ്ഡലത്തിൽ പക്ഷേ ഇതാ വിമത നീക്കവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നു. വോയിസ് ഓഫ് കൊച്ചി കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയുടെ പേരിലാണ് നീക്കം. ജില്ലാ നേതൃത്വം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് വിമർശനം. പ്രാദേശിക നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള വ്യക്തിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ല എന്നുകൂടിയാണ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. സജോ ദേവസ്യാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സജോ, ഒരു വിഭാഗം ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു വിമത നീക്കവുമായി. കോൺഗ്രസിൽ കൊച്ചിയിൽ അതൊരു കല്ലുകടിയായി മാറുമോ? ജയപരാജയങ്ങളെ സ്വാധീനിക്കുമോ? അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് രൂക്ഷമായ വിമർശനങ്ങൾ. വിനീത, കൊച്ചിയിൽ കോൺഗ്രസിന് തലവേദനയാകുന്നതാണ് വിമത നീക്കം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസിനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട പല പ്രാദേശിക നേതാക്കളുടെയും ആശീർവാദത്തോടു കൂടിയാണ് പ്രവർത്തകർ ഈ വിമത നീക്കം സംഘടിപ്പിക്കുന്നത്. അവർ യോഗം തന്നെ വിളിച്ചുകൊണ്ട് മുന്നറിയിപ്പ് ജില്ലാ നേതൃത്വത്തിന് നൽകുകയാണ്. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം DCC പരിഗണിക്കുന്നില്ല. അപ്പോൾ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയാണ് ആ വിമർശനത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്താണ് പ്രധാനമായും കാണേണ്ടത്. കൊച്ചി ഇടത് സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഉറപ്പിച്ച ക്ലെയിം നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെയില്ല. നേരത്തെ വെച്ചുമാറ്റമടക്കം ആലോചിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ കൊച്ചിയിൽ വരും. അപ്പോൾ അതാരാകും എന്നത് സംബന്ധിച്ചുള്ള സജീവ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെയും ഒപ്പം ഡൊമിനിക് പ്രസന്റേഷന്റെയും പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേർക്കും എതിരായ വിമർശനങ്ങൾ ഈ വിമത നീക്കം നടത്തുന്ന പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉന്നയിക്കുന്നു എന്നതും സജീവമായി ശ്രദ്ധേയമാണ്. 2-3 കാര്യങ്ങൾ. നേരത്തെ കൊച്ചി കോർപ്പറേഷനിൽ വലിയ വിജയം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായ ഒരു വിജയം ഉണ്ടായത് ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു. ആ ഘട്ടത്തിൽ പലരും അച്ചടക്ക നടപടി നേരിട്ടു. അവരെ അടക്കം തിരിച്ചെടുക്കണം. DCC ഏകപക്ഷീയമായി അച്ചടക്ക നടപടി എടുക്കുന്നു, പുറത്താക്കുന്നു, പലരെയും പദവികളിലേക്ക് നിയോഗിക്കുന്നു. അതിൽ പ്രാദേശിക വികാരം പരിഗണിക്കുന്നില്ല എന്നാണ് അഭിപ്രായം. അതുകൂടാതെ മണ്ഡലത്തിന് പുറത്തുനിന്ന് ഒരാളെ അങ്ങോട്ടേക്ക് നിയോഗിച്ചാൽ, സ്ഥാനാർത്ഥിയായി നിയോഗിച്ചാൽ, തീരുമാനിച്ചാൽ അംഗീകരിക്കില്ല. അതിനെതിരായ വികാരം പ്രതിഫലിക്കും. മണ്ഡലത്തിനകത്ത് തന്നെയുള്ള ആൾ വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വാഭാവികമായും അവിടുത്തെ സാമൂഹിക സാമുദായിക ഫോർമുലകൾ പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. സജീവ ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥി സാധ്യതകൾ സംബന്ധിച്ച് കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ചുണ്ട്. കാരണം അത് വേക്കന്റ് ആണ് എന്ന കാരണം മുൻനിർത്തിക്കൊണ്ട് തന്നെ സജീവ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രാദേശിക വികാരത്തെ സമ്പൂർണ്ണമായി അവഗണിക്കാൻ കഴിയുകയില്ല. കോൺഗ്രസ് നേരത്തെ പുറത്താക്കിയ ആളുകളെ അടക്കം ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ടാണ് അവർ ഈ സജീവമായ ഈ വിമത പ്രവർത്തനം നടത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. സ്വാഭാവികമായി ഇക്കാര്യത്തിൽ ഒരു അനുനയത്തിന്റെ നീക്കം കോൺഗ്രസ് നേതൃത്വം, ജില്ലാ നേതൃത്വം നടത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പോന്ന അതിന് കരുത്തുള്ള നീക്കമാണ് ഇത് എന്ന് വിമത വിഭാഗം വിമർശനം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ അവർ അങ്ങനെ അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കൊച്ചിയെ സംബന്ധിച്ച് ആ സീറ്റ് തിരികെ പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ആഭ്യന്തരമായ ഒരു ഭിന്നത, പ്രാദേശികമായി ഇങ്ങനെ ഒരു വിമത നീക്കം സജീവമായി തന്നെ വരുന്നത്. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കണമെന്ന് തുടങ്ങി, ഇപ്പോൾ അച്ചടക്ക നടപടി നേരിടുന്നവരെ തിരികെ എടുക്കുക എന്ന് തുടങ്ങി വളരെ സജീവമായ പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിയുന്നുണ്ട്. 2 ടേമായി കോൺഗ്രസിന് നഷ്ടമാകുന്ന മണ്ഡലമാണ് കൊച്ചി എന്നതുകൂടി കാണണം. അത് തിരികെ പിടിക്കാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കോൺഗ്രസിനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭയുടെ കാര്യത്തിൽ അതൊക്കെ അതേപടി എൻകാഷ് ചെയ്യുക എന്നത് എളുപ്പമാകില്ല. സ്വാഭാവികമായും ഈ വിമത നീക്കങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു മുന്നറിയിപ്പാണ് എന്നാണ് വിമത യോഗം ചേർന്ന പ്രവർത്തകരും നേതാക്കളും അവകാശപ്പെടുന്നത്. ശരി, വ്യക്തമാണ്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.